ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബൈക്കിൻ്റെ ബ്രേക്ക് ലൈനർ ചേഞ്ച് ആക്കലും അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ആക്കലും രണ്ട് കാര്യമാണ് ഇന്ന് ചെയ്യുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ബ്രേക്ക് ലൈനർ. അപ്പോൾ ഈ ബ്രേക്ക് ലൈനർ മാറ്റുമ്പോൾ തന്നെ ഓയിലും കൂടെ മാറ്റുന്നുണ്ട്. രണ്ടും കൂടിയിട്ട് ഇടകലർന്നാൽ മാറ്റുന്നത്. കാരണം ഓയിൽ അയച്ചാക്കി കഴിഞ്ഞാൽ ഓയിൽ ഡ്രൈ ആകാൻ വേണ്ടി കുറച്ച് സമയം പിടിക്കും. ആ സമയം കൊണ്ട് നമുക്ക് ലൈനർ ചേഞ്ച് ആക്കാം. അപ്പോൾ ഓയിൽ അയച്ചു കളക്കുക, അതിന് ശേഷം ടയർ അയക്കുക. അപ്പോൾ രണ്ടും കൂടി ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാ പണിയും കഴിയും. ഓക്കെ, ആദ്യം നമുക്ക് ഓയിൽ അയച്ചു കളക്കാം. ഓയിൽ കംപ്ലീറ്റ് ചോർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ടയർ അയക്കാം. അപ്പോൾ രണ്ടും കൂടെ ഒരേ ടൈമിൽ നടക്കും. അപ്പോൾ ഈ ബ്രേക്ക് ലൈനർ ഏത് സമയത്താണ് മാറ്റേണ്ടതിൻ്റെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. നമുക്ക് ഈ പുറത്തുള്ള ഈ ക്യാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് ഈ ബ്രേക്ക് അഡ്ജസ്റ്റ് ആക്കുന്ന ത്രെഡ് കണ്ടുവാ. അപ്പോൾ ഈ എൻഡിൽ ഉണ്ട് ഈ ത്രെഡ് കണ്ടുവാ, ഇത്രയും ഭാഗം പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട്. പുതിയ ബ്രേക്ക് ലൈനറാണെങ്കിൽ ഈ ത്രെഡ് ഇത്രയും കാണൂല. ഇപ്പോൾ തേഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ആക്കി കയറി പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര പോരെ ത്രെഡ് പുറത്ത്. പുതിയ ബ്രേക്ക് ലൈനറാണെങ്കിൽ നേരെ കുത്തോട്ടേക്ക് നിൽക്കും. ഇതിപ്പം മുന്നോട്ടേക്ക് തള്ളിയിട്ടുണ്ടോ കണ്ടുവാ. അങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ ത്രെഡും പുറത്തേക്ക് നിൽക്കുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ലൈനർ ചേഞ്ച് ആക്കിയിട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതേ എത്രത്തോളം എങ്ങനെയാണെന്ന്. ആദ്യം ഇതിൻ്റെ ബാലൻസ് റാഡ് അയച്ചു കൊടുക്കണം. അതിനുശേഷം ഈ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റിംഗ് കേബിൾ അയച്ചു കൊടുക്കണം. കുറച്ച് മുന്നോട്ടേക്ക് തള്ളിപ്പിടിച്ച് കഴിഞ്ഞിട്ട് ഈ സ്ക്രൂ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴിഞ്ഞു വരും. അടുത്തത് ഈ സെൻറ്റർ ബോൾട്ടിൻ്റെ നെട്ടൈക്കലാണ്. ബോൾട്ട് ഇപ്പുറന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പുറം പിടിക്കണം. ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് പിടിച്ചാലും മതി, അല്ലെങ്കിൽ ഒരു പ്ലെയർ ഇട്ട് പിടിച്ചാലും മതി. ഇപ്പുറം ഒരു ഹോൾസിലിട്ട് പിടിച്ചാൽ മതി. സ്ക്രൂ ഡ്രൈവറിന് പകരം ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം ഇട്ടിട്ടാണ് അതിൽ പിടിച്ചിട്ടില്ല. ഞാൻ കാണിച്ചു തരേ. ഇതുണ്ടോ നമ്മളെ സാധനം പിടിച്ചത്. ഇതാണ് നമ്മളെ സ്ക്രൂ ഡ്രൈവറിന് പകരം ഉപയോഗിച്ച സാധനം. അപ്പോൾ നെട്ട് അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ബോൾട്ട് പുറത്തേക്ക് ഊരിയെടുത്താൽ മതി. ടയർ എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇതാണ് ബ്രേക്ക് ലൈനർ. ഇത് ലൈനർ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മെക്കാനിസം ഒന്നും ഇല്ല ഇതിനത്. ഈ രണ്ട് സ്പ്രിങ്ങിൻ്റെ മേലെ ഉള്ളത്. ഇത് കുറച്ച് അമർത്തി വലിക്കുക, കുറച്ച് പുറത്തേക്ക് എടുക്കുക. ഉണ്ടോ, ആ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ ക്യാമിൻ്റെ എൻഡിലാണ് ബ്രേക്ക് ലൈനർ വന്ന് ടച്ചാകുന്നത്. നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് തള്ളും. ഇത് വർക്കാവുന്ന സാധനമാണ്. നമ്മൾ നേരത്തെ കണ്ട ബ്രേക്ക് ഇതിൻ്റെ മേലെയാണ് ബ്രേക്ക് റാഡ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫിറ്റായി കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ രണ്ട് ലൈനറും പുറത്തേക്ക് പൊന്തി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പുറത്ത് ഇതിൻ്റെ ടയറിൻ്റെ അബ്ബ് ഉണ്ടാവും. അബ്ബിന് വന്നിട്ട് ഇത് ബാറാവുകയും അങ്ങനെയാണ് വണ്ടി നിൽക്കുന്നത്. ഇതേ സിസ്റ്റം തന്നെയാണ് ഹെവി വെഹിക്കിളായാലും ഇല്ലത്. ആ രണ്ട് ബ്രേക്ക് ലൈനറിനും കൂടി ഒരു സ്പ്രിങ് കൊളത്തി വെച്ചിട്ടുണ്ട്. ഈ ക്യാമിൻ്റെ ഭാഗം വരുന്നത് സ്ക്വയറാണ്. അപ്പോൾ ഇത് മാറിപ്പോകില്ല. ഇതിങ്ങനെ വെക്കുക, കുറച്ച് വലിച്ചിട്ട് ആ കട്ടിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു സൈഡ് ആദ്യം ഇടുക. അതിന് ശേഷം അതായത് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമല്ലോ, അത് കുറച്ച് വലിച്ചിട്ട് താഴത്തേക്ക് ഇട്ടാൽ മതി. കൈനെ കൊണ്ടേ വരും, ചെറിയ സ്പ്രിങ് അല്ലേ. ഇതൊക്കെ കൈനെ കൊണ്ട് തന്നെ ഇത് ഒരു സൈഡ് ഇങ്ങനെ കൊടുക്കുക, അങ്ങോട്ടേക്ക് വലിച്ച് ഇടുകയോ വേണ്ടു. അത് സീറ്റിംഗ് ആയി, ഇത്രയും വേണ്ടു. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്രീസും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല സ്മൂത്തായിട്ട് റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഈ മോഡലാണ് ബ്രേക്ക് വർക്കാവുന്നത്. ഉണ്ടോ, മറ്റേ ബ്രേക്ക് പിടിക്കുന്ന അവസരത്തിൽ ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും പൊന്തി വരും.
ബ്രേക്ക് വിടുന്ന സമയത്ത് ഇങ്ങനെ അതിൻ്റെ ഇത് കുറഞ്ഞു വരും. ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് ടയറിൻ്റെ അബിന് കറങ്ങുന്ന അബിന് ബാറാവുമ്പോഴാണ് വണ്ടി നിൽക്കുന്നത്. കണ്ടുപോകാം. ഇതേ സിസ്റ്റം തന്നെയാണ് എല്ലാ വാഹനങ്ങൾക്കും ബ്രേക്കിൻ്റെ ഒരു പൊതുവെയിലെ മെത്തേഡ്. അപ്പോൾ നമ്മളൊരു എയർ ബ്രേക്കിൻ്റെ ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരു സമയത്ത് ഹെവി വാഹനം കിട്ടുന്ന അവസരത്തിൽ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ബ്രേക്കുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ ബ്രേക്ക് ലൈനറിൻ്റെ പൊടി ഉണ്ടാവും, അതിലൊന്ന് ക്ലീനാക്കി കൊടുക്കണം. ഈ കാണുന്ന ഭാഗത്താണ് ഈ ബ്രേക്ക് ലൈനർ വന്ന് ബാറാവുക. ബ്രേക്ക് കേബിൾ ഫിറ്റാൻ പോകുന്നു. ബ്രേക്ക് ലൈനർ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ബ്രേക്ക് അഡ്ജസ്റ്റ് ആക്കലാണ്. ബ്രേക്ക് അഡ്ജസ്റ്റ് ആക്കാൻ പാടില്ല. ക്യാമ് മുന്നോട്ടേക്ക് തള്ളിപ്പിടിക്കുക. സ്ക്രൂ ടൈറ്റായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര ബ്രേക്ക് വേണ്ടത് അതിനനുസരിച്ച് ആക്കിയാൽ മതി. ബ്രേക്ക് ഒന്ന് അമർത്തിയാട്ടെ, നോക്കാലോ. ബ്രേക്ക് ഈടിയാന്ന് കാലിനാന്ന്. ഇത് സ്കൂട്ടറല്ല. ചവിട്ട് തന്നെ അമ്പിട് ചവിട്ട്. ഓക്കെ, ബ്രേക്ക് ലൈനറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഓയിലും കൂടെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫിൽറ്റർ ക്ലീനാക്കി ഇടുക. അതുപോലെ നെറ്റ് തന്നെ വെക്കുക, ടൈറ്റ് ആക്കുക, ഓയിൽ വയ്ക്കുക. കാണുന്നുണ്ടോ? നെറ്റ് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിക്കണം. ഓയിലിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിക്കിൻ്റെ മേലെ തന്നെ ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് നോക്കിയാൽ മനസ്സിലാവും. 2 കട്ടിങ് ഉണ്ടാവുക. ആ 2 കട്ടിങ്ങിന് കണക്കായിട്ട് ഒഴിച്ചാൽ മതി. ഒരു ലോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫുൾ ഉണ്ടാവും. നമുക്ക് ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ചോർപ്പും കാര്യമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പേപ്പർ എടുക്കുക, മടക്കുക, കുറച്ച് കോണായിട്ട് കട്ട് ചെയ്യുക. കണ്ടോ? ഈ മോഡൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെക്കുക, അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഉണ്ടോ? നമ്മൾ ചോർപ്പിന് പകരമായി. അപ്പോൾ ഓയിൽ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഒന്ന് നമ്മൾ അളവ് നോക്കേണ്ട ആവശ്യമില്ല. 900 ml വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിരിക്കും. കൃത്യമായിട്ടുണ്ട്. ഇതിൻ്റെ ഓയിലിൻ്റെ പറ്റിയിട്ടും അതിൻ്റെ അയക്കുന്ന സ്പാനറിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഒരു എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ സ്പാനർ എങ്ങനെ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ഓയിലിൻ്റെ ഗ്രേഡ്, ഓയിലിൻ്റെ അളവ്, കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇതിൻ്റെ നമ്മളെ യൂട്യൂബിലുണ്ട്. അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ഒരു എയർ ബ്രേക്കിൻ്റെ അതിൻ്റെ ക്യാമും കാര്യമായിട്ട് ഒരു സിസ്റ്റം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിന്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എയറിൻ്റെ പിന്നെ റൂട്ടും കാര്യവും എല്ലാം വെച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.